ഹായ്, എല്ലാവർക്കും ബിജനബർ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ബസ് യാത്ര വയനാട് ജില്ലയിലെ കൽപ്പറ്റയിൽ നിന്നും ബാംഗ്ലൂരിലേക്കാണ്. എൻ്റെ പുറയിൽ കാണുന്ന ചഞ്ചൽസിൻ്റെ സെമി സ്ലീപ്പർ ബസ്സിലാണ് ഇന്നത്തെ നമ്മളെ യാത്ര. അപ്പോൾ ചഞ്ചൽസിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. AITP പെർമിറ്റുള്ള ബസ്സാണ്. ബസ്സിന് റൂട്ട് കോഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡേ ആൻഡ് നൈറ്റ് സർവീസ് നടത്തുന്ന ബസ്സാണ്. സിംഗിൾ ബസ് വെച്ചാണ് ഇവർ ഓപ്പറേറ്റ് ചെയ്യണത്. അപ്പോൾ നമുക്കിന്നത്തെ യാത്രയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ബസ് പരിചയപ്പെടാം. ചഞ്ചലാസ് എന്നുള്ള പേര് മുകളിൽ കൊടുത്തിട്ടുണ്ട്. ശ്രീ ഗണേഷ് സിൻസ് 1984 എന്ന് കാണാം. നമ്മുടെ ചഞ്ചലാസിൻ്റെ ഓണർക്ക് ആദ്യം പ്രൈവറ്റ് ബസ് ഉണ്ടായിരുന്നു. അതിൻ്റെ പേരാണ് ശ്രീ ഗണേഷ്. അത് 92 അത് പുള്ളി അത് സ്റ്റോപ്പ് ചെയ്തു. അതുപോലെ വീര ബിൽറ്റ് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. വീരയുടെ ലോഗോയും ബാഡ്ജിങ് ഒക്കെ കാണാം. വണ്ടിയുടെ നമ്പർ KL01BV 3553 എന്നുള്ളതാണ്. ഇലക്ട്രോണിക് സിറ്റി, ഗാർഡൻ സിറ്റി, ഫ്ലവർ സിറ്റി എന്നുള്ളൊരു റൈറ്റിംഗ് ഒക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. വീരയുടെ V5 ലുക്കിലുള്ള കൗളാണ് കേട്ടോ വണ്ടിയുടെ. ഒരു സെക്കൻഡ് ഹാൻഡ് എടുത്ത വണ്ടിയാണ്. അതുപോലെ AITPയുടെ വാലിഡിറ്റി കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു പ്രത്യേകത ഇതിനിതാ റൂട്ട് ബോർഡ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. വയനാട്, മൈസൂര്, ബംഗളൂരു എന്നുള്ളത് ഇംഗ്ലീഷിലും ഹിന്ദിയിലും കന്നഡത്തിലും കൊടുത്തിട്ടുണ്ട്. ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ്. അതുപോലെ മുകളിലായിട്ടും ഒരു ബോർഡ് കൊടുത്തിട്ടുണ്ട്. വയനാട്, മൈസൂര്, ബാംഗ്ലൂർ മലയാളത്തിലും ഇംഗ്ലീഷിലും. വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ അവിടെ ബോർഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് ലുക്ക്. നമുക്കതിൻ്റെ സൈഡ് ലുക്കിലേക്ക് നോക്കാം. ഇവിടെ ഇത്രയും പോർഷനിൽ ഫ്രണ്ട് ഡോർ വരുന്നുണ്ട്. ചഞ്ചലാസ് ടൂർസ് ആൻഡ് ട്രാവൽസ് എന്നുള്ളത് ഇവർ ഹിന്ദിയിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫിക്സഡ് ഗ്ലാസ്സാണ് ഫുള്ള് വരുന്നത്. വോൾവോൻ്റെ പോലെ ഇങ്ങനെ ഈ ഭാഗം ഇറക്കി ഇങ്ങനെ ചെയ്തിട്ടുള്ള ഫിക്സഡ് ഗ്ലാസ്സാണ്. ഈ പോർഷനിലായിട്ട് കളർ കോഡ് വണ്ടിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലും കുറച്ച് സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ chanjalas.com എന്നുള്ള വെബ്സൈറ്റ് കാര്യങ്ങൾ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഓവറോൾ സൈഡ് ലുക്ക് വരുന്നത്. വണ്ടിയുടെ അടുത്ത സൈഡ് ലുക്കിലേക്ക് നോക്കിയാൽ ഓവർ ഹാങ്ങിൽ ഡോർ പോർഷൻ വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് ചഞ്ചലാസ് ടൂർസ് ആൻഡ് ട്രാവൽസ് എന്നുള്ളത് ഇംഗ്ലീഷിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചഞ്ചലാസിൻ്റെ ബാക്ക് ലുക്കിലേക്ക് നോക്കിയാൽ വീരയുടെ ഓൾഡ് ലുക്കുള്ള ബാക്ക് കൗളാണ്. ചഞ്ചലാസ് ടൂർസ് ആൻഡ് ട്രാവൽസ് ഉള്ള പേര് കാര്യങ്ങൾ നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട്. വയനാട്, മൈസൂര്, ബാംഗ്ലൂരു അവിടുത്തെയൊക്കെ കോൺടാക്ട് നമ്പേഴ്സും ഇതിൻ്റെ പുറയിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ കളർ കോഡിനകത്ത് ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് അതിൻ്റെ വാലിഡിറ്റി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ബാക്ക് ലുക്ക്. അത്യാവശ്യം നല്ല ലഗേജ് സ്പേസ് ബാക്കിലെ ഡിക്കി ഓപ്പണിങ്ങിൽ വീര പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ വണ്ടിക്ക്. ഇതാണ് ക്യാബിൻ ലുക്ക്. BS3യുടെ നല്ല അടിപൊളി സ്റ്റിയറിംഗ് വീല് കാണാം. ആഷ് കളറിൽ ചെയ്തിട്ടുള്ള ഡാഷ്ബോർഡ് കാര്യങ്ങൾ. CCTV ക്യാമറയുടെ ഔട്ട്പുട്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഡ്രൈവർ ക്യാബിൻ്റെ ലുക്ക്. വണ്ടിയുടെ ഇൻറ്റീരിയർ ലുക്കിലേക്ക് നോക്കിയാൽ 40 പുഷ് ബാക്ക് സീറ്റുകളാണ് വണ്ടിയിൽ ക്രമീകരിച്ചിട്ടുള്ളത്. TV യൂണിറ്റ്, ചാർജിങ് പോയിൻ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സീറ്റിംഗ് കംഫർട്ട് നോക്കുകയാണെങ്കിൽ രണ്ട് സൈഡിലും ആംബ്രസ്റ്റ് വരുന്നുണ്ട്. ഇവിടെ പുഷ് ബാക്കിൻ്റെ റിക്ലൈനിങ് സ്വിച്ച് ഉണ്ട്. ഇവിടെ ഈ ഒരു റിക്ലൈനിങ്ങുള്ള സീറ്റുകളാണ്. അതുപോലെ ലെഗ് സ്പേസ്, നല്ല ലെഗ് സ്പേസ് വരുന്നുണ്ട്. കാല് വെക്കാനുള്ള പോർഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബോട്ടിൽ ഹോൾഡർ, ഫയർ ഹോൾഡർ കാര്യങ്ങളൊക്കെ. അതുപോലെ ബ്ലാങ്കറ്റ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വാട്ടർ ബോട്ടിൽസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. ഈ ഒരു പോർഷനിലാണ് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടാവുക. നിങ്ങൾക്ക് സീറ്റുകൾ ബുക്ക് ചെയ്യുവാനായിട്ട് വെബ്സൈറ്റിലൂടെയും പറ്റും. അതുപോലെ കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡിലായിട്ട് അമൃതശ്രീ എന്ന ഒരു സ്റ്റേഷനറി ഷോപ്പുണ്ട്. അവിടെയും നമുക്ക്
ചഞ്ചലാസിൻ്റെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ സാധിക്കും. ഇത് നമ്മുടെ KSRTC റിസർവേഷൻ കൗണ്ടറിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ഷോപ്പാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ സാരഥിയെ പരിചയപ്പെടാം. സാരഥി മാത്രമല്ല ചഞ്ചലാസിൻ്റെ ഓണർ കൂടെയാണ്. ചേട്ടാ പേര്? മോഹൻദാസ്. വയനാട്ടിൽ തന്നെയാണ്. ഓക്കെ. നമ്മൾ എത്രയായി ഇപ്പോൾ നമ്മൾ ഈ ചഞ്ചലിൻ്റെ ഈ സർവീസ് തുടങ്ങിയിട്ട്? 6 മാസമായി അല്ലേ? ഓക്കെ. എങ്ങനെയുണ്ട് സർവീസ്? ആയി വരുന്നുള്ളൂ അല്ലേ? ഓക്കെ, എല്ലാം സെറ്റാവും. നമ്മൾ കുറഞ്ഞ റേറ്റിൽ ഓടാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കിപ്പോൾ സ്ഥിരമായിട്ട് ആളാ വേണേ ഒരു 750 റേഞ്ചിലാണ് ഓടാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ടൈമിംഗ് എങ്ങനെ വരുന്നത്? ടൈമിംഗ് 5:30 കൽപ്പറ്റ, 6 മണി ബാംഗ്ലൂർ മടിവാട അല്ലേ? ഓക്കെ, താങ്ക് യു. ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റോടുകൂടി വയനാട് ജില്ലയിൽ നിന്ന് ആദ്യമായി സർവീസ് ആരംഭിക്കുന്ന ഒരു ബസ്സാണ് ചഞ്ചലാസ്. എല്ലാ ദിവസവും വൈകുന്നേരം 5:30 കൽപ്പറ്റ പുതിയ സ്റ്റാൻഡിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പുറപ്പെടുകയും ബാംഗ്ലൂരിൽ നിന്ന് രാവിലെ 6 മണിക്ക് തിരിച്ച് കൽപ്പറ്റയ്ക്ക് പുറപ്പെടും വിധമാണ് ചഞ്ചലാസിൻ്റെ ടൈം ഷെഡ്യൂൾ. അപ്പോൾ നമ്മൾ 5:30 ആയപ്പോൾ വണ്ടി കൽപ്പറ്റ ബസ് സ്റ്റാൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഈ ലെഫ്റ്റിലേക്കാണ് പടിഞ്ഞാറത്തറ ബാനാസുര ഡാമൊക്കെ പോകുന്നത്. ലെഫ്റ്റിലേക്കാണ്. നമുക്ക് നേരെ ബത്തേരി പുൽപ്പള്ളി നേരെ. അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ട്. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ നീണ്ട ക്യൂ കാണാം. ഈ കാണുന്നതാണ് കൽപ്പറ്റ പഴയ സ്റ്റാൻഡ്. ബസ് ഇറങ്ങി വരുന്നത്. ബസ് സ്റ്റാർട്ട് ചെയ്യണത് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നാണ്. വലത്തേക്ക് പോകുന്ന കേട്ടോ, കോഴിക്കോട് ഭാഗത്തേക്കുള്ള ബൈപ്പാസ്. ഇവിടെ നിന്ന് ഇനി ലെഫ്റ്റ് പോകുന്നത് മാനന്തവാടി, പനമരം, തിരുനെല്ലി, കുട്ട ആ ഭാഗത്തേക്ക് പോകുന്നത് ഈ റോഡാണ്. ഇതുവഴി നമുക്ക് മുട്ടിൽ നിന്ന് മേപ്പാടിക്ക് പോകുന്ന റോഡാണിത്. നമുക്ക് ഇവിടെ ഒരു ബോർഡിംഗ് ഉണ്ട്. ഇവിടെ നിന്നാണ് ബോർഡിംഗ് ഉള്ളത്, മുട്ടിൽ. നമ്മളെത്തുന്ന സ്ഥലമാണ് കാക്കവയൽ. ഇവിടുന്ന് ഈ വലത്തേക്ക് പോകുന്ന റോഡാണ് കാരാപ്പുഴ ഡാം. ഓക്കെ. ഇവിടെ രക്തസാക്ഷി മണ്ഡപം, സ്മാരകമൊക്കെ സെൻറ്ററിൽ കാണാം ഉണ്ടാവും. ഇത് മീനങ്ങാടി ടൗണ്. ഇവിടുന്ന് റൈറ്റിലേക്ക് പോകുന്ന വഴിയാണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. ഇവിടുന്ന് ബോർഡിംഗ് ഉണ്ട്. ഇവിടെ നിന്നാണ് ബോർഡിംഗ് ഉള്ളത്. മീനങ്ങാടിയിൽ നിന്ന് മാനന്തവാടിക്കുള്ള റോഡാണ് ഈ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്നത്. ഈ വലത്തേക്ക് പോകുന്ന റോഡാണ് എടക്കൽ ഗുഹ, അമ്പലവയൽ പോകുന്ന റോഡ്. ഇതാണ് സ്ഥലത്തിൻ്റെ പേര്. കൊളകപ്പാറ. നമുക്ക് ഇവിടെ നിന്നും ബോർഡിംഗ് ഉണ്ട്. ഇവിടുന്ന് ലെഫ്റ്റ് പോണത് പനമരമാണ്. സ്ഥലത്തിൻ്റെ പേര് ബീനാച്ചി. അപ്പോൾ നമ്മൾ ബത്തേരി ടൗണിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. സുൽത്താൻ ബത്തേരി. സുൽത്താൻ ബത്തേരി ഇപ്പോൾ വീഡിയോസിലൊക്കെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗണപതി വട്ടം എന്നൊക്കെയുള്ള പേര് കിട്ടിട്ട്. അപ്പോൾ അതൊക്കെ ബത്തേരിയുടെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്ലീൻ ആയിരിക്കും സിറ്റി. സൈഡിലുണ്ട് ഫുള്ള് ചെടികളൊക്കെ വെച്ചിട്ട്, എല്ലാ സൈഡിലും ചെടികളൊക്കെ വെച്ചിട്ട് അടിപൊളിയാക്കിയിട്ടുള്ളൊരു സിറ്റിയാണ് സുൽത്താൻ ബത്തേരി. സീറ്റ് നമ്പർ 4, 5 ലഗേജ് ഉണ്ടോ സർ? സീറ്റ് നമ്പർ ഓക്കെ.
നിങ്ങളുടെ സീറ്റ് നമ്പർ 6 കോഴിക്കോട്, ബത്തേരി, ബാംഗ്ലൂർ, ചെന്നൈ, ഭാരതിയാണ് ഫ്രണ്ട് കിടക്കണേ. ഇതാണ് സുൽത്താൻ ബത്തേരി സെൻറ്റർ. ആ, അമൃത് ഭാരത് ആണല്ലേ. ഹാപ്പി ഹാപ്പി ബത്തേരി. ഞാൻ നേരത്തെ പറഞ്ഞ സൈഡിൽ കൂടെ കണ്ടില്ലേ, ഫുള്ള് ചെടിച്ചട്ടികളിൽ പൂക്കളൊക്കെ വെച്ച് അടിപൊളി ഭംഗിയാക്കിയിട്ടുള്ള സിറ്റിയാണ് ബത്തേരി സിറ്റി. റോട്ടിലെങ്കിൽ ഒരു മുട്ടായി കള്ളാസോ ഒരു പേപ്പർ കഷ്ണമോ നമുക്ക് കാണിക്കാൻ പറ്റില്ല. ഇവിടുന്ന് വനത്തേക്ക് പോണത് ഊട്ടി, ഗുഡല്ലൂർ. ഈ വഴി പോണത് മൈസൂർ, ഗുണ്ടൽപേട്ട, ബാംഗ്ലൂർ. കുറുവാദ്വീപ്, പുൽപ്പള്ളി എല്ലാം ഈ താഴോട്ടാണ്. നമുക്ക് വലത്തേക്ക് മൈസൂർ, ബാംഗ്ലൂർ. ലാസ്റ്റ് ബോർഡിംഗ് ആണ്. ഫുള്ള് സീറ്റിംഗ് ആയിട്ടുണ്ട്. മുത്തങ്ങ ചെക്ക് പോസ്റ്റ് ഇപ്പോൾ ക്രോസ് ചെയ്താണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ലോറികളൊക്കെ നിരന്നിറങ്ങുന്നില്ലേ. അങ്ങനെ വൻ ക്യൂ ആണ് ഉണ്ടോ നടക്കണം. ഇത് ചെക്ക് പോസ്റ്റ് ക്ലിയർ ചെയ്ത് പോകാനുള്ള വണ്ടികളാണ്. ഇവിടെ പോലാണ് മുത്തങ്ങ ഫോറസ്റ്റിൻ്റെ എൻട്രി സ്റ്റാർട്ട് ചെയ്യണത്. മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഇതാണ് ചെക്ക് പോസ്റ്റ് ഉണ്ടോ. ഇത് എക്സൈസ് ചെക്ക് പോസ്റ്റാണ് നമ്മളിപ്പോൾ ക്രോസ് ചെയ്യുന്നത്. മുത്തങ്ങ എക്സൈസ് ചെക്ക് പോസ്റ്റ്. അടുത്ത ക്രോസ് ചെയ്യണത് RTO ചെക്ക് പോസ്റ്റ്, മുത്തങ്ങ, വയനാട്. ഇത് പോലീസ് ചെക്ക് പോസ്റ്റ്. ഇത് ശബരിമല ഇടത്താവളം കേട്ടോ. ഇവിടെ ക്ഷേത്രമുണ്ട്, പൊൻകുടി ശ്രീരാമക്ഷേത്രം. നമ്മൾ ഇനി ബോർഡർ ക്രോസ് ചെയ്യാണ്. പാലം കഴിഞ്ഞാൽ കർണാടക ബോർഡറിലേക്ക് വരും. ഇവിടെ ഉണ്ട്, വെൽക്കം ടു കർണാടക. ബന്ദിപ്പൂർ ടൈഗർ റിസർവിലേക്കാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ആൾക്കാരെ കിട്ടിയിട്ടുണ്ടോ? ആ ഉണ്ട്. ആ കിട്ടി. 1 2
ഇവിടെ ഇഷ്ടംപോലെ വരുന്ന ഫുഡുണ്ട് നോക്കി. ഫാമിലി ആയിട്ടാണ്. ബാക്കിലേക്ക് ഒന്ന് മെല്ലെന്ന് പറഞ്ഞാൽ ആ 2 സൈഡിൽ നിൽക്കണുണ്ടോ, അവിടെ ഒരാൾ നിൽക്കുന്നു. അവിടെ തിരിഞ്ഞ് അങ്ങോട്ട് പോകണം. അവിടെ വണ്ടി കാറുകാർ തിരിച്ചു പോകുന്നുണ്ടോ? വീണ്ടും തിരിച്ചുണ്ടോ? പേടിച്ച് പേടിച്ച് തിരിച്ചാന്നുകൊണ്ട് 1, 2, 3 ഫാമിലി പാക്കാണ്. ഫാമിലി പാക്ക് അല്ലേ? നമ്മൾ മുത്തങ്ങ ഫോറസ്റ്റ് ലിമിറ്റ് ക്രോസ് ചെയ്യാണ്. അതാണ് ക്ലോസ് ചെയ്യാറുള്ള ഗേറ്റ്. ഇപ്പോൾ 9 നമ്മൾ ക്ലോസ് ചെയ്യും. നഞ്ചൻകോടിക്ക് ഇനി 54 കിലോമീറ്റർ. ഗുണ്ടൽപേട്ട് 15, മൈസൂർ 75, ഊട്ടി 82. A1 ട്രാവൽസിൻ്റെ മൈസൂർ തിരുവനന്തപുരം വണ്ടി, കിങ് ഓഫ് മൈസൂർ. എല്ലാവർക്കും കൊടുക്കണ്ട, കുറച്ച് തരി. അതായത് ഇലക്ഷൻ സ്പെഷ്യൽ ചെക്ക് പോസ്റ്റാണിത്. നമ്മൾ ഫസ്റ്റ് ടോൾ ഗേറ്റ് ക്രോസ് ചെയ്യാൻ പോവാണ്. കേരള ബോർഡർ ടു കൊല്ലകൽ ടോൾ റോഡ്. നമ്മൾ ഗുണ്ടൽപേട്ടിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഡിന്നർ ബ്രേക്ക് ഗുണ്ടൽപേട്ടിൽ നിന്നാണ്. ഈ റൈറ്റിലേക്ക് പോകുന്ന റോഡാണ് ഗൂഡല്ലൂർ ഊട്ടി. നമുക്ക് ലെഫ്റ്റ് ആണ് മൈസൂർ. ഗുണ്ടൽപേട്ട് ബസ് സ്റ്റാൻഡ്, കർണാടക RTC. നമ്മളിനി ഡിന്നർ ബ്രേക്കിന് കയറുകയാണ്. ഹോട്ടൽ കോഫി ഹൗസ്. ഓൾമോസ്റ്റ് എല്ലാ KSRTC ബസ്സുകളൊക്കെ ഇവിടെ തന്നെയാണ് കഴിക്കാൻ നിർത്തത്. നമ്മളെ എൻ്റെ ഭാരതി കിടപ്പുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ബസ്സുകാരും ഇവിടെ തന്നെയാണ് ഡിന്നർ ബ്രേക്ക് എടുക്കുന്നത്. ഡിന്നർ ബ്രേക്ക് കഴിഞ്ഞിട്ട് ഭാരതി സ്റ്റാർട്ട് ചെയ്തു. നമ്മളും ലാസ്റ്റ് പാസഞ്ചേഴ്സ് വന്നിട്ട് നമ്മളിനി
ഡിന്നർ ബ്രേക്ക് കഴിഞ്ഞ് പുറപ്പെടുകയാണ്. നമ്മൾ നഞ്ചങ്കോടിലേക്ക് എത്തിയിട്ടുണ്ട്. ആണ് നഞ്ചങ്കോട് സർക്കിൾ വരുന്നത്. ആണ് മെയിൻ ജംഗ്ഷൻ. കൊല്ലകൽ റോഡിൻ്റെ അടുത്ത ടോൾ ഗേറ്റാണ് ക്രോസ് ചെയ്യുന്നത്. അപ്പോൾ കാണണ്ട മൈസൂർ എയർപോർട്ട്. ഈ ഇലക്ഷൻ ആയതുകൊണ്ട് അതിൻ്റെ കുറേ ചെക്കിങ്ങുകൾ കുറേ ഭാഗങ്ങൾ നടക്കുന്നുണ്ട്. കേട്ടോ അതാണ് ഇങ്ങനെ കുറേ ബ്ലോക്ക് വരുന്നത്. ഈ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് പോകുന്ന കേട്ടോ കൊല്ലകൽ, നരാസിപുര, കൊല്ലകൽ ഒക്കെ വലത്തോട്ട് പോകുന്ന റോഡാണ്. അങ്ങനെ നമ്മൾ മൈസൂരിലോട്ട് എൻട്രി ചെയ്തിരിക്കുകയാണ്. ഇതാണ് മൈസൂർ KSRTC ബസ് സ്റ്റാൻഡിലോ. നമുക്ക് മൈസൂരിൽ നിന്ന് ബോർഡിംഗ് ഉണ്ട്. മലബാർ ഗോൾഡിൻ്റെ ഫ്രണ്ടിലാണ് ബോർഡിംഗ് പോയിന്റ് വരുന്നത്. കാണുന്ന കേട്ടോ മൈസൂർ സ്റ്റേഡിയം. ഇനി മൈസൂർ ബാംഗ്ലൂർ എക്സ്പ്രസ് ഹൈവേയിലോട്ടാണ് നമ്മൾ കയറുന്നത്. ടോൾ റോഡ് ഇവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ. ബാംഗ്ലൂർ 145 കിലോമീറ്റർ, മാണ്ഡ്യ 35. ചെക്കിങ്ങോട് ചെക്കിങ്. ഇവിടുന്ന് ലെഫ്റ്റ് 6 കിലോമീറ്റർ മാണ്ഡ്യ. ബാംഗ്ലൂരിലെ വണ്ടർല അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്ക് പോകുന്നത് ഈ ലെഫ്റ്റ് സൈഡിലേക്കുള്ള റോഡിലൂടെയാണ്. ടൗണിൽ വിട്ടാൽ എത്തില്ല വണ്ടി. ഇപ്പൊ നമ്മൾ ഓൺ ടൈമിലാണ്, പക്ഷെ എത്തൂല. ഇനി എപ്പോഴും അങ്ങോട്ട് വിട്ടാൽ 18 കിലോമീറ്റർ ഒരു മണിക്കൂർ.
അവിടെയാണ്. കെങ്കേരി ബസ് സ്റ്റാൻഡ് മെട്രോ സ്റ്റേഷൻ. ഇതിൻ്റെ ബാക്കിൽ തന്നെയാണ് ബസ് സ്റ്റാൻഡുള്ളത്. SRSൻ്റെ ടൂറിസ്റ്റ് ബസ്സുകളുടെ ഗ്യാരേജാണ് കാണുന്നത്. SRS ട്രാവൽസ്. നമ്മൾ വീഡിയോ എടുത്ത VRLൻ്റെ ഗ്യാരേജ്. ആനയുണ്ടാക്കി വെച്ചത്. ദീപാഞ്ജലി നഗർ മെട്രോ സ്റ്റേഷൻ. ഇനി അടുത്ത സാറ്റലൈറ്റാണ് നമ്മുടെ ഡ്രോപ്പിംഗ് പോയിന്റ്. സംഭവം അവിടെ എന്തോ ഉത്സവം നടക്കുന്നുണ്ട്. വണ്ടികളൊക്കെ ഇതിലാണ് കയറ്റി വിടുന്നത്. അത് ആദ്യം വൺ വേ ആയിരുന്നു. ഇപ്പം ഇങ്ങോട്ട് അവിടെ ബ്ലോക്ക് കാരണം ഇങ്ങോട്ട് ബസ്സുകൾ എല്ലാ വണ്ടികളും ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്. അതിനുള്ള റഷാണിത്. ഉണ്ടല്ലേ ബസ്സുകളല്ല ഇതിലെ കയറി വരുന്നത്. ബ്ലോക്ക് നോക്കിയേ. എന്ത് വെട്ടാൻ ആ ഉത്സവത്തിൻ്റെ രഥങ്ങളാണ് പോകുന്നത്. നേരെ പോയാല് അത് സാറ്റലൈറ്റ് ഡ്രോപ്പിംഗ് പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട്. സാറ്റലൈറ്റ് ബസ് സ്റ്റേഷനാണ് കാണുന്നത്. സാറ്റലൈറ്റിൽ ഒരുപാട് പേര് ഇറങ്ങാണ്ട്. യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? യാത്ര കുഴപ്പമൊന്നുമില്ല. സീറ്റ് കംഫർട്ടൊക്കെ ഉഷാറാണോ? കൂളിങ് തണുപ്പ് കൂടുതലാണല്ലേ? ഓക്കെ ഓക്കെ. കലാശിപ്പാളയം കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത ഡ്രോപ്പ് ഓഫ് പോയിന്റ് ലാൽബാഗ്. അവിടെ നമ്മുടെ ലാസ്റ്റ് ഡ്രോപ്പ് ഓഫ് പോയിന്റ് മടിവാള. ആ ആ ആ Yeah, your good name? Benedict. Benedict. You're from Karnataka? I'm basically from Bangalore. Okay. How was your experience in Chanjals? Yeah, it was good, and the bus also was on time. Usually the bus comes every like 1 hour or 2 hours late, and usually this time I got exactly at 5:20. Okay. And so I was quite surprised, and the comfort level of the seat is awesome. And while coming also the time was exactly good, and I've reached safe and sound. Okay. Thank you. Okay, thank you so much. Thank you. അപ്പോൾ നമ്മൾ 12:20 12:30 നമ്മൾ മടിവാളയിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒരു ഉറക്കത്തിനുള്ള സമയം കൂടെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ചഞ്ചൽസിൻ്റെ കൽപ്പറ്റ ബാംഗ്ലൂർ നൈറ്റ് സർവീസ് ബസ്. അപ്പോൾ യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ ഇവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. വെബ്സൈറ്റ് അഡ്രസ്സും താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത യാത്ര നിങ്ങൾ ചഞ്ചലിൽ ബുക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനിയും കാണാം. അതുവരേക്കും ബൈ ഫ്രം ബിജി നിലമ്പൂർ.